പഴയ വണ്ടികളിൽ ഇതേപോലെ പെട്രോൾ പോകുന്നൊരു കംപ്ലയിൻറ്റ് പൊതുവായി കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓവർഫ്ലോ നീഡിലൊക്കെ വാങ്ങി ചേഞ്ച് ചെയ്ത് നോക്കി നോക്കും. ഓവർഫ്ലോ നീഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള നീഡിൽ വാങ്ങി ചേഞ്ച് ചെയ്ത് നോക്കും. എന്നിട്ടും ക്ലിയർ ആവാതെ വരികയാണെങ്കിൽ ചെയ്യാനുള്ളൊരു ഒരു പരിപാടിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സീറ്റിംഗ് അടിക്കാൻ, അതായത് ആ നീഡിൽ വർക്ക് ചെയ്യുന്ന ഭാഗം സീറ്റിംഗ് അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം കാർബറേറ്റർ അയച്ചെടുക്കുക. ഓവർഫ്ലോ ആവുന്ന കാർബറേറ്റർ അയച്ചെടുത്ത് കാർബറേറ്റർ മൊത്തം വെടിയിച്ച് അതിന് മൊത്തമായിട്ട് അഴിച്ചെടുക്കുക. എന്നിട്ട് കാർബറേറ്ററിൻ്റെ കപ്പ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലെ ഫ്ലോട്ട് കാണാം. ഫ്ലോട്ടിൻ്റെ ആ പിന്ന് അഴിച്ചെടുത്ത് ഫ്ലോട്ട് അഴിച്ചെടുക്കുക. അതിനുശേഷം ആ നീഡിലിനെ കയ്യിലെടുക്കുക. അതാണ് ഓവർഫ്ലോ നീഡിൽ എന്ന് പറയുന്ന നീഡിൽ വരുന്നത് കേട്ടോ. ആ നീഡിൽ ആ ഹോളിനകത്ത് സീറ്റിംഗ് അല്ലാതെ വരുമ്പോഴാണ്, കറക്റ്റായി അടയാതെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ റബ്ബറിൻ്റെ ചെറിയൊരു പെട്രോൾ പൈപ്പ് ഉള്ളൊരു പൈപ്പ് എടുക്കുക. അതിനകത്ത് നീഡിൽ ടൈറ്റാക്കി വെച്ച ശേഷം ഇത് വാൾവ് ഗ്രൈൻഡിങ് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാൾവ് ഗ്രൈൻഡ് ചെയ്ത് സീറ്റിംഗ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റാണ്. ഈ പേസ്റ്റ് ലേശം അതിൻ്റെ തുമ്പത്ത് ലേശം എടുക്കുക. ഈ വാൾവ് ഗ്രൈൻഡിങ് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടികളുടെ ഹെഡ് വാൾവ് സീറ്റ് ചെയ്യുന്നതൊക്കെ ഈ വാൾവ് ഗ്രൈൻഡിങ് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ലേശം പെട്രോളിൽ മുക്കിയ വാൾവ് ഗ്രൈൻഡിങ് പേസ്റ്റ് ആക്കിയിട്ടുള്ള അത് ലേശം പെട്രോളിൽ മുക്കിയ ശേഷം ആ ഹോളിൽ നീഡിൽ വർക്ക് ചെയ്യുന്ന ഹോളിലിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ കണ്ടിന്യൂസ് ആയി തിരിച്ച് കഴിഞ്ഞാൽ അത് സീറ്റിംഗ് ആയി കിട്ടും. നമുക്ക് കുറച്ച് നേരം അതേ പിടിക്കുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. വാൾവ് ഗ്രൈൻഡിങ് പേസ്റ്റ് 2 ടൈപ്പ് വരുന്നുണ്ട്. അത് റഫും സ്മൂത്തും വരുന്നുണ്ട്. നമ്മളിത് സ്മൂത്തായിട്ടുള്ള ആ പേസ്റ്റാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ടിന്നിൽ തന്നെ 2 സൈഡിലും 2 ഇതായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ ആ പേസ്റ്റ് ഇട്ട് സെറ്റാക്കിയ ശേഷം നീഡിൽ ഇതേപോലെ അഴിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. നീഡിലെ പെട്രോൾ നന്നായി ക്ലീൻ ചെയ്ത ശേഷം ആ ഹോളിലേക്കും പെട്രോൾ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കുക. എന്നിട്ട് അതിലേക്ക് എയർ അടിച്ച് നന്നായി ക്ലീൻ ചെയ്യണം. ആ നീഡിലിൻ്റെ പേസ്റ്റ് ആ ഹോളിൽ, നീഡിൽ സീറ്റിംഗ് ആവുന്ന ഹോളിൽ നിൽക്കാതെ നോക്കണം. അപ്പോൾ നന്നായി എയർ അടിച്ച് ക്ലീനാക്കി എടുക്കണത്. അല്ലെങ്കിൽ വീണ്ടും ഓവർഫ്ലോ ആവാൻ, അത് ഇറങ്ങിയിട്ടെങ്കിലും ഓവർഫ്ലോ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. ഫുള്ള് സീറ്റിംഗ് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഹോൾ ഭാഗം ഫുള്ള് സീറ്റിംഗ് ആയിട്ടുള്ള കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോയിൽ കറക്റ്റ് വ്യക്തമാവുന്നില്ല, ക്ലിയർ അല്ലാത്തതുകൊണ്ട് ആ ഹോളിൻ്റെ ഉൾഭാഗം കറക്റ്റ് നമുക്ക് ക്ലിയർ ആയാൽ മനസ്സിലാവും അത്.